അടിയന്തരാവസ്ഥയിലെ ക്രൂരപീഡനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്നേഹലത റെഡ്ഡി. ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് പ്രവർത്തിച്ചതിനാണ് സ്നേഹലത റെഡ്ഡി ജയിലിലടയ്ക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാരിനെ അധികാരത്തിലെത്തിച്ച തെരഞ്ഞെടുപ്പിൽ ജോർജ് ഫെർണാണ്ടസ് ജയിലിലായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ വിജയം അസാധുവാക്കിയതോടെയാണ് പ്രിയദർശിനിയുടെ യഥാർത്ഥ മുഖം ഇന്ത്യ ദർശിച്ചത്. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി ഇന്ത്യയിലുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്ന് അംഗീകരിക്കാത്ത പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലടക്കപ്പെട്ടു. തീവ്ര സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ് മാത്രം ആ വലയിൽ വീണില്ല. ബറോഡ ഡൈനാമിക് കേസിൽപ്പെടുത്തി ഇന്ദിരയുടെ വൈതാളികർ ഫെർണാണ്ടസിനെ വേട്ടയാടിയെങ്കിലും അദ്ദേഹം വഴുതി ഒളിവിൽ പോയി. ഫെർണാണ്ടസുമായുള്ള സൗഹൃദമാണ് നടിയും നർത്തകിയുമായ സ്നേഹലത റെഡ്ഡിക്ക് വിനയായത്. UR അനന്തമൂർത്തിയുടെ വിഖ്യാതമായ സംസ്കാര പട്ടാഭിരാമ റെഡ്ഡി സിനിമയാക്കിയപ്പോൾ നായികയായിരുന്നു സ്നേഹലത റെഡ്ഡി. സ്നേഹലതയും ഭർത്താവ് പട്ടാഭിയും ഉശിരരായ സോഷ്യലിസ്റ്റ് നിലപാടുള്ളവരായിരുന്നു. 1970 സംസ്കാര ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. അനവധി രാജ്യാന്തര പുരസ്കാരങ്ങളും ലഭിച്ചതോടെ സ്നേഹലതയുടെ പ്രസിദ്ധി വർദ്ധിച്ചു. അടിയന്തരാവസ്ഥ വിരുദ്ധയായതോടെ ഇന്ദിരാഗാന്ധിയുടെ കണ്ണിലെ കരടായി സ്നേഹലത. എല്ലാ മൗലികാവകാശങ്ങളും ചവിട്ടിയരക്കപ്പെട്ട മനുഷ്യത്വരഹിതമായ കാലത്തോട് ജയിലിൽ കിടന്നും സ്നേഹലത പോരാടി. അതിക്രൂരമായ പീഡനവും ആസ്മാരോഗവും മൂർച്ഛിച്ചതോടെ ജയിലിൽ നിന്ന് വിട്ടയച്ചെങ്കിലും വീട്ടിലെത്തി 5-ാം ദിവസം സ്നേഹലത ലോകത്തോട് വിട പറഞ്ഞു. സ്നേഹലതയുടെ കൂടി രക്തസ്വാക്ഷിത്വത്തിൽ നിന്ന് പടർന്ന പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിലാണ് 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നിലംപൊത്തിയത്. അടിയന്തരാവസ്ഥയിൽ കൽക്കത്തയിൽ വെച്ച് അറസ്റ്റിലായ ജോർജ് ഫെർണാണ്ടസ് വിലങ്ങുവെച്ച കൈയുയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വൻ തലക്കെട്ടായി. 77 തെരഞ്ഞെടുപ്പിൽ ജയിലിലായിരുന്നിട്ടും ബീഹാറിലെ മുസഫർപൂർ മണ്ഡലത്തിൽ നിന്ന് 3 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മൊറാർജി സർക്കാരിൽ വ്യവസായ മന്ത്രിയായി. കൊക്കക്കോള, IBM ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോട് ഇന്ത്യ വിടാൻ കൽപ്പിച്ചത് ഫെർണാണ്ടസ് മന്ത്രിയായപ്പോഴാണ്. കൊങ്കൺ റെയിൽവേയുടെ ഉപജ്ഞാതാവുമായിരുന്നു റെയിൽവേ മന്ത്രിയായിരുന്ന ഫെർണാണ്ടസ്. 1994 സമതാ പാർട്ടി രൂപീകരിച്ച് BJP പാളയത്തിലേക്ക് ചേക്കേറിയതോടെയാണ് ജോർജ് ഫെർണാണ്ടസിന്റെ രാഷ്ട്രീയ പതനം ആരംഭിക്കുന്നത്. പ്രതിരോധ മന്ത്രിയായി കാർഗിൽ യുദ്ധത്തിലൊക്കെ ജയിച്ചെങ്കിലും ശവപ്പെട്ടി കുംഭകോണത്തിൽ കുടുങ്ങി. ആൽഷിമേഴ്സ് ബാധിതനായി ഓർമ്മകൾ പൂർണ്ണമായി നശിച്ചു. ഭാര്യയുടെയും സഹോദരങ്ങളുടെയും അവകാശ തർക്കത്തിൽ അവശനായും ജോർജ് ഫെർണാണ്ടസിന്റെ അവസാനകാലം അത്യന്തം സങ്കടകരമായിരുന്നു. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടിമുടി ഇളക്കി മറിച്ച ആ രാഷ്ട്രീയ അതികായനെ ഓർക്കാതെ ഇന്ത്യക്കൊരു തെരഞ്ഞെടുപ്പ് ചരിത്രമില്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.